എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അസ്ഥികൾ എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് SCRT ഫാക്റ്റ് ആണ്. നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട്. അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത്. മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളാണ് തലയോട്, വാരിയെല്ല്, കൈയിലെ എല്ല്, നട്ടെല്ല് ഇവയൊക്കെ. അസ്ഥികൾ പലവിധം. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. തലയോട്ടിയിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ളതും കീഴ്ത്താടിയെല്ലിനാണ്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമാകും. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിയസ് ആണ്. ഒന്നുകൂടെ പറയാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിയസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ടേബിൾ ആണ്. ഈ ടേബിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. നമുക്ക് നോക്കാം. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. ജനന സമയത്ത് 300 എല്ലുകളാണ്. പക്ഷേ പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും ഒന്നുചേർന്ന് 206 കുറയുന്നു. മനുഷ്യരുടെ അസ്ഥിയുടെ എണ്ണം 206 ആണ്. ജനന സമയത്ത് 300 എല്ലുകളാണ്. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. പഠിക്കണം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എണ്ണം പഠിക്കണം. ആദ്യം തന്നെ ഇത് എക്സാമിന് ചോദിച്ചതാണ്. വാരിയെല്ല് 24 എണ്ണം, തലയോടിൽ 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30, കയ്യിൽ 32, അരക്കെട്ട് 2, നട്ടെല്ല് 33. റിപ്പീറ്റഡ് PYQ ആണ്. നട്ടെല്ല് 33, മാറെല്ല് ഒരെണ്ണമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. തലയോട് 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30, ഓരോ കൈയിലും 32, അരക്കെട്ട് 2 എണ്ണം, നട്ടെല്ല് 33, മാറെല്ല് ഒരെണ്ണം. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. ഇവയെ തരുണാസ്ഥികൾ എന്നാണ് പറയുന്നത്. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി സന്ധികളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ഗോളരസന്ധിയാണ്. ഗോളരസന്ധി കാണപ്പെടുന്നത് തോളെല്ലിൻ്റെ അവിടെയും ഇടുപ്പെല്ലിൻ്റെ അവിടെയായിരിക്കും. തോളെല്ല്, ഇടുപ്പെല്ല് ഇവയിൽ കാണുന്ന സന്ധിയാണ് ഗോളരസന്ധി. ഇത് റിപ്പീറ്റഡ് PYQ ആണ്. പഠിക്കണം. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതായാണ് ഇത്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അടുത്തത് വിജാഗിരി സന്ധിയാണ്. കൈമുട്ട്, കാൽമുട്ട് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയൂ. കൈമുട്ടും കാൽമുട്ടും. കീലസന്ധി കഴുത്തിലാണ് കാണപ്പെടുന്നത്. തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന ഭാഗമാണ് കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളത് ഗോളരസന്ധിയാണ്. തോളെല്ലിലും ഇടുപ്പെല്ലിലും കാണപ്പെടുന്നു. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് കൈമുട്ടും കാൽമുട്ടും. അടുത്തത് അസ്ഥിഭംഗം. ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാവാം. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അസ്ഥി ഒടിയുന്നതിനാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അസ്ഥികൾക്ക് സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനെയാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. ഒടിയുന്നതിനെ അസ്ഥിഭംഗമെന്നും സ്ഥാനം തെറ്റുന്നതിനെ സ്ഥാനഭ്രംശം എന്ന് പറയുന്നു. ഈ സ്പ്ലിൻ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ സ്പ്ലിൻ്റ് ഒട്ടിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇളകാതെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പ്ലിൻ്റ്. അസ്ഥികളുടെ കാഠിന്യം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്.
അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ ആവശ്യമാണ്. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,